ഇപ്പോൾ ഒരു വാർത്ത കൊല്ലത്ത് നിന്ന് വരുന്നത് ദേശീയപാത തടസ്സപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി, കോർപ്പറേഷനെതിരായ പ്രതിഷേധ പരിപാടിയാണ് റോഡ് അടച്ചു നടത്തുന്നത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഇത്തരത്തിലേക്ക് പരിപാടി നടത്താൻ പാടില്ല എന്നൊക്കെയുള്ളത് കോടതിയുടെ തന്നെ നിർദ്ദേശമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഏത് തരത്തിലേക്ക് ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്? യാത്രക്കാരെ ബാധിച്ചിട്ടുണ്ട്? പോലീസ് ഇല്ലേ ആ പരിസരത്ത്? അനുജ, കൊല്ലം കോർപ്പറേഷനെതിരെ UDF നടത്തുന്ന പ്രതിഷേധം, ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് കൊല്ലം കന്യാകുമാരി കൊച്ചി കന്യാകുമാരി ദേശീയപാതയാണ്. ഈ ദേശീയപാതയുടെ കോർപ്പറേഷന്റെ മുമ്പിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വാഹനം കൊണ്ടിട്ട് ഇതിന്റെ ഒരു സദസ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നു. ഈ സദസ്സ് രൂപപ്പെടുത്തിയ ശേഷമാണ് ഈ പ്രധാന പാത ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ തിരക്കനുഭവപ്പെടുന്ന സമയമാണ്. കൊല്ലത്ത് നിന്ന് ഏതൊരു വ്യക്തിക്കും കന്യാകുമാരിയിലേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ പോകാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന പാതയാണ്. ആ പാതയാണ് ഇത്തരത്തിൽ കെട്ടിയടച്ചത്. ഹൈക്കോടതിയുടെ അടക്കം കർശനമായ നിർദ്ദേശമുള്ളതാണ്. കാരണം ദേശീയപാത അടച്ചോ റോഡ് അടച്ചോ സമരങ്ങൾ പാടില്ല. നടപ്പാതകൾ പോലും പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യമുള്ളതാണ്. അവിടെ പോലും ഇത്തരത്തിൽ സമരം ചെയ്യാൻ പാടില്ലെന്ന് ഹൈക്കോടതി പറയുമ്പോഴാണ് ഒരു ദേശീയപാത പൂർണ്ണമായും അടച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗതാഗതം തിരിച്ചുവിടുക മാത്രമാണ് ചെയ്യുന്നത്. കാര്യമായ ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഇഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇതിൽ രണ്ട് ഭാഗത്ത്, ഒരു റോഡിലൂടെ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. KPCC അധ്യക്ഷനടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കോൺഗ്രസ് നടത്തുമ്പോൾ അത് പൂർണ്ണമായും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും അടക്കം നിർദ്ദേശങ്ങളുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായും മുഖവിലേക്കെടുക്കാതെ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ശ്രമപ്പെട്ടാണ് ഈ വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തിവിടുന്നത്. ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാരടക്കമുണ്ട്. കാരണം എന്തിനാണ് ഇത്തരത്തിൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ്, പ്രതിഷേധം ഉണ്ടാവുകയും വേണം. പക്ഷേ ഈ ദേശീയപാത അടച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരം ചെയ്യുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തിയവർ അടക്കം പറയുകയും ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു മൃദു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാകരും ഇതുവരെ എത്തിയിട്ടില്ല. റോഡ് ബ്ലോക്ക് ആവുന്ന അടക്കം സാഹചര്യവും ഇപ്പോഴും ഉണ്ട്. കാരണം ഈ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. കൊച്ചിയിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ആ ഭാഗത്താണ് ഇത്തരത്തിൽ റോഡ് പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ട് റോഡിൽ വാഹനം കുറുകെ ഇട്ടുകൊണ്ട് ഒരു വേദി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. KPCC അധ്യക്ഷനും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സമരം നടക്കുന്നത്. ആ സമരം പൂർണ്ണമായും നിയമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങളെ പാലിക്കാതെയാണ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.